തണുപ്പിക്കടി അങ്ങോട്ട് തണുപ്പിക്കേ നീ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? പറ, ഞാൻ ഇവിടെ ജോലി ചെയ്യല്ലേ. ഞാനവിടെ വെച്ചിരുന്ന പൈസ നീ ആർക്കാ എടുത്തു കൊടുത്തു? എവിടെ വെച്ചിരുന്ന പൈസ? ഞാൻ മേശയുടെ പരിപ്പിനടി നീ പോലും കാണാതെ വെച്ചിരുന്ന പൈസ അത് ആർക്കാ എടുത്തു കൊടുത്തത്? ഞാൻ ആർക്ക് കൊടുക്കാൻ? ഞാൻ എങ്ങോട്ടെങ്കിലും പോണോ? പിന്നെ പൈസ പിന്നാലടി ഇത് മാഞ്ഞു പോവും. ഇത് മജീഷ്യനാണോ ഇത് മാഞ്ഞു പോകാൻ? പൈസ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുടിച്ചു കിടക്കണേ. ഞാൻ ചോദിച്ചിരുന്നു, നീ ഉത്തരം പറ. നീ പൈസ ആർക്കെല്ലാം എടുത്ത് കൊടുത്തോ? ഞാൻ ആർക്കും എടുത്ത് കൊടുത്തില്ലെന്ന്. രാവിലെ തുടങ്ങിക്കോണം. രാവിലെ തുടങ്ങാൻ നിന്റെ ഒരു പരട്ട ആങ്ങളെ ഉണ്ടല്ലോ, മറ്റേ പറക്കം തിളകി ഒരുത്തൻ. അവന് നീ പൈസ എടുത്ത് കൊടുത്തില്ലേടി? കൊടുത്തില്ലേടി? അവന് ഇച്ചിരി പൈസ വേണോന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി പോലും കൊടുത്തു. അതിനിപ്പോ എന്ത്? അത് ശരി, അവൻ അധ്വാനിക്കാൻ വയ്യ. ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കളച്ചുണ്ടാക്കുന്ന പൈസ നീ എന്തിനാ അവനെടുത്ത് കൊടുക്കുന്ന കാര്യം എന്താ? നിങ്ങൾക്ക് ആകെക്കൂടിയുള്ള ഒരു അളിയനല്ലേ? അമ്മയും പോലെ തന്നെ ചാടാൻ തോന്നിരിക്കണേ. ഡാഡി അമ്മയും പോലെ തന്നെ. നിന്റെ ഡാഡി അമ്മ ഇങ്ങനെയാണോ? എന്റെ സ്വഭാവങ്ങൾ നിനക്ക് അറിയാലോ. ഇത് എന്തോന്ന്? ഇത് ആളുകൾ കേൾക്കുമല്ലോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെച്ച് നീ എന്തിനാ അവനെടുത്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചത്. അവൻ മള്ളി പോലെ വല്ലപ്പോഴും അവനും അഴിവെച്ച് കാണുമ്പോ സുലു എനിക്ക് ദേഷ്യം. എന്റെ പൈസ കൊണ്ടുപോയി അവിടെ. നിങ്ങൾക്ക് രാവിലെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നാ പോലെ വെളി ഇറങ്ങി പോണമായിരുന്നാ? പേടിച്ചു പോയി. മനുഷ്യർ പേടിക്കാൻ ഭയങ്കര വഴക്കടി രണ്ടും കൂടെ. ആണോ? കൊറേ നേരം കാര്യം എന്താ പറയുന്നത്? സന്തോഷം. ഒന്ന് പോയി തരുമോ? ഞാൻ പോയി തരാം. എവിടാന്ന് വെച്ചാ പോവി. എനിക്ക് സമാധാനമുണ്ട്. പോവി. നിന്റെ നീ ഉണ്ടല്ലോ, ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ കിടന്ന നക്ഷത്രം നക്ഷത്രമാണ്. നിന്റെ ആങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നീ നിന്റെ ആങ്ങളുടെ വീട്ടിൽ പോയി സ്നേഹിച്ചാൽ മതി. എന്റെ പവനത്ത് എന്റെ കൂടെ നിന്നിട്ട് നീ അങ്ങനെ ഉണ്ടാക്കണ്ട. കേട്ടാടി, ഞാൻ പോയി തരാം. പോവി. എന്നെ പോലെ ഒരു അകത്തോട്ട് പോയിട്ട് ഞാൻ ഇറങ്ങി പോവാന്നൊക്കെ പറയുമ്പോ അനുഭവിച്ചോളും. എന്നിട്ട് ഇങ്ങോട്ട് എന്നല്ലേ തിരിച്ചു വരണത്? ആ ചെറുക്കൻ ഇനി വേറെ വല്ല പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നോ? അവന്റെ സ്വഭാവത്തിലാവും വിളിച്ചോണ്ട് വരും. ചേച്ചി കരയുവാണോ? കരയുമല്ലാന്ന് തോന്നുന്നു. ദേവന്നടി ഭാഗം തൂക്കി. ഞാൻ വെള്ളരിക്കപ്പടന്ന് ജനിച്ചവനാണോ? നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചത്? എനിക്ക് ആളും പേരും ഇല്ലെന്നോ? ഞാൻ അനാഥനാണെന്നോ? ഞാൻ പോകുന്നു, എന്റെ വീട്ടിൽ പോകുന്നു. ഞാൻ നിൽക്കുന്നില്ല. അവള് അഹങ്കാരം കൊണ്ട് കൈയും കാലം വെച്ചവള് നിൽക്കുന്നവള്. ഞാൻ അധ്വാനിച്ച് ഇല്ല പെങ്ങളെ വിട്ട്. അല്ലേ പെങ്ങളെ, വിഷമമുണ്ട്, സങ്കടമുണ്ടെന്നേ. നിസ്സാര കാര്യത്തിനൊക്കെ നിസ്സാരമല്ലെന്ന്. ഞാൻ അധ്വാനിച്ച് ഉറക്കളച്ച് ഉണ്ടാക്കി വെക്കുന്ന പൈസ അവിടെ കൊണ്ടുവച്ചിരുന്നു. അവൾ അവിടെ ആങ്ങളൊക്കെ എടുത്ത് കൊടുത്തിരിക്കുന്നു. ലല്ലൂന് ആ പറക്കം തളിയെന്ന് പറഞ്ഞ അവന് കൊടുത്തിരിക്കുന്നു. എനിക്ക് ചില്ലറ വല്ലതും വേണമെങ്കിൽ ഞാനിപ്പോ ആരോട് പോയി ചോദിക്കും? ഞാൻ തമ്പിയണ്ണ അങ്ങനെ പറയല്ലേ. പെങ്ങളും ആങ്ങളൊക്കെ ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തൊക്കെ അല്ലേ. പെങ്ങളും ആങ്ങളൊക്കെ കൊടുക്കാൻ അത് അവളെ വീട്ടിൽ പോകുമ്പോ അവിടെ വെച്ച് കൊടുത്തോണം. ഇത് ഞാൻ അധ്വാനിച്ച് ഞാൻ പാത്ത് വെച്ചിരിക്കുന്ന പൈസ എടുത്ത് കൊടുക്കണം. അതാണോ ശരി മര്യാദ? തമിഴന് ബുദ്ധിയുള്ളതല്ലേ, എന്തിനാ വെറുതെ? ബുദ്ധിയുടെ അവൾക്ക് അഹങ്കാരത്തിന് കൈയും കാലം വെച്ചിരിക്കുക. അയ്യേ അങ്ങനെയല്ല, പെങ്ങന്മാരൊന്നും പറയണ്ട. ഇല്ല, ഞങ്ങൾ സമ്മതിക്കൂല തമ്പിണ്ണം പോവാനായിട്ട്. ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിക്കും. അവിടെ പേരെന്തെങ്കിലും ഉച്ചരിക്കരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലോ അവള്. ക്ഷമിക്കേ. ഇല്ല, അങ്ങനെ പറയല്ലേ തമ്പിയണ്ണ. ഞാനൊരു കാര്യം പറയട്ടെ, തമ്പിയണ്ണ ബുദ്ധിയുള്ളവനാണ്, കലാകാരനാണ്, ആളുകൾ സ്നേഹിക്കുന്ന ഒരാളാണ്. ഈ നാട് മുഴുവൻ ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു വലിയ നാടകക്കാരനാണ്. അതെ, സമൂഹത്തിൽ ഇത്രയും വിലയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യരുത്. നാളെ നിങ്ങളെ കണ്ടല്ലേ മറ്റുള്ളവർ പഠിക്കുന്നത്. പ്ലീറ്റോ പോലും ഇടയ്ക്കിടയ്ക്ക് തമ്പിയണ്ണനെ കണ്ടാ പഠിക്കണേ. ഞാനതല്ലേ, നമുക്ക് സങ്കടം വന്ന് നമ്മൾ ആരോടെന്ന് പറയുന്നത്? ഞങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും വിഷമം വന്നാൽ ഞങ്ങളുടെ അടുത്ത് പറയാം. അല്ല, അവള് ശരിയല്ല ആള്. ഇപ്രാവശ്യത്തേക്ക് അങ്ങ് ക്ഷമിക്കുക ചേച്ചി. കൊടുക്കേച്ചി അങ്ങനെ ഇറങ്ങി പോകല്ലേ, നമുക്ക് വിഷമല്ലേ. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലാവും തമ്മിലിന്റെ വിഷമം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണി കുത്തല്ലേ. പോവാൻ ഇഷ്ടമല്ല കേട്ടോ. പാവം ചേച്ചിയുടെ കയ്യിലുണ്ട്. ഇല്ലടി, സുചേച്ചിക്ക് സന്തോഷാവും എന്തായാലും.
എന്നാലും അത്രയും സാധിച്ചല്ലോ പാവം. ഒരു കുടുംബം രക്ഷപ്പെടാൻ ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എടാ നീ അങ്ങോട്ട് നീങ്ങി നിൽക്കടാ, നിന്റെ ഉടുപ്പ് തന്നെ ചേച്ചി എന്നെ എടുത്തിട്ട് ഇടിക്കും. ഓ മാമി ഞാനൊരു കാര്യം പറയട്ടാ. നീ കൊറേ നേരം വല്ല കാര്യം പറയട്ടെ എന്ന് പറ. അല്ല 2 വർഷം പോയി ഒന്ന് പഠിക്ക്, പിന്നെ പറയാം. ഞാൻ കാര്യം പറയട്ടെ. ആ പറ. പിന്നെ ആ നമ്മളെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി വന്നിരുന്നേ. ആ പേര് നിവേദ്യ. എന്ത് പേര് നിവേദ്യാന്ന്. നിവേദ്യ? ആ പെൺകുട്ടി വന്നിരുന്നു. ആ ഞാൻ കൈ എഴുതാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ നോക്കി ചിരിക്കുവായിരുന്നു. ആര്? നിവേദ്യ? ഓ അപ്പൊ നീയും തിരിച്ചങ്ങോട്ട് ചിരിച്ചു കാണിക്കണം. എപ്പോഴും അങ്ങോട്ട് ചിരിച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും ചിരിച്ചാലും എന്താ കുഴപ്പം? എപ്പോഴും ചിരിച്ചെന്തോ അങ്ങനെ കുഴപ്പം. നിന്റെ ഫ്രണ്ട് അല്ലേ? ഓ മുട്ടേന്ന് വരുന്നില്ല, അതിന് മുന്നേ അവന് ചിരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്. ഓ എനിക്ക് ചിരിക്കാൻ ബുദ്ധിമുട്ടില്ലേ? ആ എന്ത്? നീയേ ആ കൊച്ചു ചിരിക്കുമ്പോഴത്തേക്ക് തിരിച്ചങ്ങോട്ട് ചിരിച്ച് കാണിച്ചേക്കണം. ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പോ അങ്ങനെയാണ് കേട്ടാ. ഇപ്പൊ നിന്റെ സംശയം തീർന്നില്ലേ? കുറച്ചും കൂടെ ഉണ്ട്. അത് ഞാൻ മാമന്റെ അടുത്ത് ചോദിച്ചു. ഇടാ നീയാള് കൊള്ളല്ല. പിള്ളേരുടെ ഒരു കാര്യം. ലില്ലേ, ആ സുനിച്ചേച്ചി. തങ്കം ഇല്ലേ ലില്ലേ? ഉണ്ടല്ലോ. എന്ത് പറ്റി? എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? ആ എവിടെ പോകാൻ പോയ തമ്പിച്ചേട്ടനെ വീണ്ടും പിടിച്ച് അങ്ങോ വീട്ടിലോട്ട് വരുന്നു വിട്ടത്? എന്റെ തേമയെ വഴക്കിട്ട് പോവായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പിടിച്ചു നിർത്തിയത്. തിരിച്ചു വിട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു സുനിച്ചേച്ചിക്ക് സന്തോഷമായി കാണുമെന്ന്. പിന്നെ 2 ദിവസം സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചതാ. ഉടനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ. പിന്നെ സുനിച്ചേച്ചി ഞാനല്ല പിടിച്ചു നിർത്തിയത്, ചേച്ചിയാ. ചേച്ചി ചേച്ചി ആ ഇങ്ങ് വന്നേ. ദേ സുലിച്ചേച്ചി വിളിക്കുന്നു. എന്താ? സുലിച്ചേച്ചി വിളിക്കുന്നു. തങ്കത്തിന് എന്തിന്റെ കേടായിരുന്നു? ഞാൻ അവിടെ മനസമാധാനമായിട്ട് ഇരിക്കൂലായിരുന്ന? ഞാൻ തമ്പിയണ്ണൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. വേണ്ടായിരുന്നു. അങ്ങേരെ എവിടെ പോകാൻ വേണ്ടി പോയതാ. ഞാൻ വിചാരിച്ചു സ്വസ്ഥമായിട്ട് 2 ദിവസം ഇരിക്കാന്ന്. നേരം വെളുത്തപ്പ തൊട്ട് തുടങ്ങിയ ബഹളമാണ്. അയ്യോ ചേച്ചിക്ക് ഒരു സന്തോഷം. സന്തോഷാവുമല്ലോ, കൂട്ടാവുമല്ലോ എന്നൊക്കെ പുള്ളി വിചാരിച്ചു. ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സന്തോഷമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് പറഞ്ഞു വിടട്ടെ. ഇനി നല്ല സ്വഭാവം. ഇനിയിപ്പൊ എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ലില്ലിയാ ആർക്കറിയാം. പറഞ്ഞത്. ചേച്ചി ചേച്ചിയല്ലേ പിടിച്ചു നിർത്തിയത്? പിന്നല്ലേ ചേച്ചിയല്ലേ തമ്പിച്ചേന്റെ ബാഗൊക്കെ പിടിച്ച് താഴെ വെച്ചത്? അത് പോലെ എന്ന് പറഞ്ഞത് ചേച്ചിയാ. അത് കുഴപ്പമില്ല, വഴക്കല്ലേ, 2 ദിവസം കഴിയുമ്പോ മാറിക്കോളുമായിരിക്കും. ഞാനല്ലേ അനുഭവിക്കണം. നിങ്ങൾക്ക് എന്തോന്നറിയാം? ഞങ്ങളൊരു ഉപകാരം ആയിക്കോട്ടെ എന്നോർത്ത് ചെയ്തതാ. ഇത് വല്ലാത്ത ഉപകാരമായി. അതിങ്ങനെ ആവുമെന്ന് ഞങ്ങള് കരുതിയാ. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെയൊക്കെ തെന്നും. പിന്നെ അതെ ഇപ്പം എന്താണെങ്കിലും ഇനി തമ്പിയണ്ണനൊരു പ്രശ്നം ഉണ്ടാക്കൂല. കാരണമുണ്ട്. ഞങ്ങൾ അതുപോലെയാണ് തമ്പിയണ്ണനെ പറഞ്ഞു ധരിപ്പിച്ചേക്കണേ. അല്ലേടി? അത് ശരിയാ. നല്ലോണം പൊക്കിയിട്ടുണ്ട്. എന്തൊക്കെ നുണയാ ഞങ്ങൾ പറഞ്ഞെന്നറിയാവോ? തമ്പിയണ്ണൻ ഭയങ്കര സംഭവമാണ്, കലാകാരനാണ്, ബുദ്ധിയുള്ളവനാണ്. അപ്പത്തേനും ഇങ്ങനെ പൊങ്ങി പോണ കാണാം. അപ്പൊ അവസാനം ഞാൻ ഇതും കൂടി പറഞ്ഞു, ക്ലീറ്റോ വരെ തമ്പിയണ്ണനെ നോക്കി പഠിക്കണമെന്നാണ് ഇടയ്ക്കിടയ്ക്ക് പറയാറെന്ന് പറഞ്ഞപ്പോഴില്ലേ കഴിഞ്ഞു. ബാഗും കെടുത്തി അല്ലാതെ സുനിച്ചേച്ചിയോട് ഇഷ്ടം മൂത്തോട്ടൊന്നും ഓടി വന്നേന്നുമല്ല. ഞങ്ങൾ ഇത്രയും തള്ളിക്കയറ്റി വെച്ചത് കൊണ്ട് ഓടി വന്നതാ. ഒറ്റ ഓട്ടത്തിന് അവിടെ എത്തിയത്. നീയൊക്കെ കൂടി എന്നെ പറ്റിക്കുവായിരുന്നല്ലേ, വഞ്ചിക്കുവായിരുന്നല്ലേ? അയ്യോ അല്ല തമ്പിയാണല്ലോ, കുമ്പിയാണാൻ. അല്ല ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? ക്ലീറ്റോ എന്നെ കണ്ട പഠിക്കുന്നതെന്ന്. അതെ തമ്പിയണ്ണ. പഠിക്കുവല്ലേ, എന്നെ കണ്ട് പഠിക്കുക കേട്ടോ. ഒരുത്തി ഇവിടുന്ന് പറഞ്ഞു വിടും, 2 പിടിച്ചു നിർത്തും. ആരെങ്കിലും പോയ പോകല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു നുണയും കൊതയും പറഞ്ഞിരിക്കുന്ന നടക്കണിങ്ങോട്ടോ. അല്ല സുരിച്ചേച്ചി അങ്ങനെ നുണയും കൊതയും പറഞ്ഞല്ല. പിന്നെ പറഞ്ഞു നല്ലത് മാത്രമേ പറഞ്ഞു. അക്ഷരം പറയണ്ട, എനിക്ക് മനസ്സിലായി. പെണ്ണുങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഇറങ്ങടി. സുരിച്ചേച്ചിക്ക് പ്രാണനാ. പ്രാണിയാ. നിങ്ങൾ ഈ പറഞ്ഞു വെച്ച് കേട്ടിട്ട് അയാൾക്കേറെ നടപടി എടുക്കാൻ പറ്റില്ല.
ഒന്നീ ഗാർഹിക പീഡനത്തിന് വേണ്ടി ആരെങ്കിലും അവിടെ നിന്ന് ആരെങ്കിലും കേസ് കൊടുക്കണം, ഇല്ലേ പൊതുശല്യത്തിന്റെ പേരിൽ നാട്ടുകാരെങ്കിലും കേസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കാം, ആ അതാ നല്ലത്. ഇവന്റെ ഒരു കുറെ പോലീസും ഉണ്ട്, ഒരു പ്രയോജനം ഇല്ലാത്ത കുറെ ആൾക്കാർ. എടി ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് നിയമപാലകനായതുകൊണ്ട് നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തെറ്റ് കണ്ടാ പറയാൻ പാടില്ല നിങ്ങക്ക്. അതിന് പോലീസിൽ കേസ് കൊടുത്തല്ലേ പറ്റുള്ളൂ. എന്തിനാ കേസ് കൊടുക്കണേ നിങ്ങൾ? പിന്നെ എന്തിനിരിക്കണതാ? എന്റെ ഏട്ടാ അയാളുടെ കയ്യിലിരുന്ന വടി കൊണ്ട് ഒരു അടി കിട്ടിയിരുന്നെങ്കിലേ തലക്കെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ചത്തുപോയനതേ. ഓടിട്ടുണ്ട്, കാലം നിൽക്കാൻ പറ്റുന്നില്ല, കാലിട്ട് ഒരു അടി കൊണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നമ്മൾ വഴക്കൂടാറുണ്ട്, ഈ നാട്ടുകാരും ഇടപെടാറുണ്ടോ? നീയും അവനും കൂടെ 24 മണിക്കൂർ വഴക്കാണ്. ആരെങ്കിലും ഇടപെടാറുണ്ടോ? ഇടപെടാൻ നമ്മൾ സമ്മതിച്ചിട്ടുണ്ടോ? അഭിപ്രായം പറയാറുണ്ടോ? അതായത് നമ്മുടെ വീട്ടിൽ ഒരാള് സങ്കടം പറഞ്ഞു വന്നാൽ നമ്മൾ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. നമ്മുടെ വീട്ടിലെ പ്രശ്നമല്ലേ ഇത്? അത് ചേച്ചി അയൽ വീട്ടിലെ പ്രശ്നം അവിടെ തീരും. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങും, ചിലപ്പോൾ സ്നേഹിക്കും, ചിലപ്പോൾ അവർ കറങ്ങി നടക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തിനാ? അത് ചേച്ചിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ചേച്ചി മിണ്ടല്ലേ അവിടെ നിന്നോണ്ട് വഴക്ക് കേട്ട് ഈ തമ്പിച്ചേട്ടൻ ബാഗും തൂക്കി ഇറങ്ങിയപ്പോഴത്തേക്ക് വാടി 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 എന്ന് പറഞ്ഞോണ്ട് എന്നെയും പിടിച്ചോണ്ട് വന്നിട്ട് എന്നെയും പിടിച്ച് ഈ എങ്ങനെയാണ് അവിടെ എത്തിയത്? അത് അപ്പുറത്തും ഇപ്പുറത്തും ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് വരും. ഞാൻ അങ്ങോട്ട് പോയപ്പോ ചേച്ചി പോണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു ഞാൻ ഓർത്ത ഈ ചേട്ടന്റെ ബാഗും പിടിച്ചു വെച്ചിട്ട് പോവല്ലേ തമ്പിച്ചേട്ടാ എന്ന് പറയാനായിരുന്നു. എല്ലാത്തിനും താങ്ങി തരുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ കൂടെ നിൽക്കുന്ന ഞാനല്ലേ എന്ന് വെച്ചിട്ട് നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഒന്നും എടുക്കണ്ട. നിന്നോട് പറഞ്ഞാ ഞങ്ങളെ വേണം തന്നെ. അതിപ്പം എന്റെ ക്ലീറ്റോ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വഴി കണ്ടേനെ. എന്ത് ചിരിക്കാനെന്താ? ഐഡിയ ദർശിച്ചിരിക്കണ ആളാ. അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട. നിനക്ക് എന്താ പറ്റുന്നത്? നിനക്ക് കുറെ ഉപദേശിക്കാൻ അറിയാം, അല്ലാതെയോ? കാര്യപ്രാപ്തിയോട് കൂടി വേണം നമ്മളൊരു കാര്യത്തെ സമീപിക്കാൻ. കാര്യപ്രാപ്തിയോട് കൂടി നടക്കണ കാര്യങ്ങൾ ചെയ്യണത് എന്റെ ക്ലീറ്റോയാ തന്നെ. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ അല്ലാതെ മറിച്ചേനേന്നല്ല. എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്? വരാ കുറി അപ്പോഴത്തേക്ക് അയാളുടെ അടി കൊണ്ട് ആരെങ്കിലും ഒക്കെ ചാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ആ സത്യം ഇങ്ങനെ പറഞ്ഞില്ലേ ചേച്ചിനോട് ഞങ്ങൾ പറഞ്ഞു, ചേച്ചി ഞങ്ങള് നല്ലോണം പൊക്കി അതെല്ലാം അങ്ങോട്ട് ഒളിച്ചെന്ന് കേട്ടു. എന്തൊരു കള്ളനെ. എന്നിട്ട് അവിടെ വന്നപ്പോ അതിങ്ങനെ നിക്കുവായിരുന്നില്ല അത്ര നേരം. കള്ളു കുടിച്ചെങ്കിലും അതിനുള്ള ബോധമൊക്കെ ഉണ്ട്. വേറൊന്നും നമ്മള് പറയാഞ്ഞത് നന്നായി. അടുക്കള വരെ പണിയൊന്നുമില്ല. പണിയൊക്കെ തീർത്തിട്ടാ വന്നിരിക്കുന്നു. ബാക്കിയുള്ള സമയം കളയാനായിട്ട്. ഹെൽമറ്റ് പോയിട്ട് ഹലോ. ഇന്നലെ ആ സുധ ചേച്ചി വിളിച്ചിട്ടുണ്ടായേ, പക്ഷെ അവരുടെ നമ്പർ ഏതാന്ന് മനസ്സിലാവണില്ല. ഏത് സുധ? പാലത്തിന്റെ അവിടെയുള്ള ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. ചേച്ചിക്കാ തയ്ക്കാൻ ഒരു ലോഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കും, അത് തയ്ക്കുന്നില്ല. എന്നിട്ട് ഇനി ജോലി തുള്ളണോ? ഞാനൊരു ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വേറെ മിഷൻ മേടിക്കും. അതിനെന്തോ നിസ്സാര പ്രശ്നമുള്ള, അത് നന്നാക്കുന്നില്ല. സാറേ കഴിച്ചിട്ടുണ്ട്. എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. എന്താണ്? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടിൽ കിടന്ന് വഴക്ക് കൂടും. ഞങ്ങൾ സ്നേഹിക്കും. ഞങ്ങൾ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പെണ്ണുങ്ങൾ ഞങ്ങൾ വഴക്ക് കൂടുന്ന തടസ്സമായിട്ട് വരികയോ അതിന് വന്ന് വർത്താനം പറയാൻ വേണ്ടി നിൽക്കരുതേ. നിന്നാൽ ഇതെന്തോ പറയുന്നത്? ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയ്ക്ക് വന്നോ? പിന്നെ വരാത്തോണ്ടാണ് ഞാൻ പരാതിയായിട്ട് ഇവിടെ സാറിനേക്കിലോട്ട് വന്നത്. ഞങ്ങൾ അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ വന്നില്ലേ ഇവിടെ? ഇവിടെ എത്തി ഞങ്ങളുടെ മുറ്റത്തൂടെ പോയപ്പോഴല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ വഴക്കണം, നിങ്ങൾ ഇവിടെ എത്തി നോക്കുന്നതിനാ? ഞങ്ങൾ പെണ്ണുങ്ങളെ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള വഴക്ക് അതിനകത്ത് ഒതുങ്ങിയാൽ പുറത്ത് ആരും ഇടപെടില്ല. അത് പുറത്തേക്ക് പരക്കുമ്പോഴാണ് നാട്ടുകാർക്ക് ഇടപെടേണ്ടി വരുന്നത്. പോലീസ് ഭാഷ, ഭീഷണി. ഒന്ന് കൂടിക്കോ. അത് തമ്പിയോട് വേണ്ട. കൈയ്യട്. എടുത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം, തമ്പി എന്ന് പറയുന്നുണ്ടല്ലോ, എന്റെ സ്വഭാവം സാറിന് ശരിക്കറിയത്തില്ല. ഞാനൊരു മുള്ള കുത്തിയാൽ നിങ്ങൾക്ക് നോക്കത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായേ? അപ്പൊ തമ്പിഴേക്ക് എങ്ങനെ വേല കിടക്കൊന്നും വേണ്ട. നിങ്ങളുടെ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് ഇവിടെ എടുത്തണം. ചെല്ല് തമ്പി ചേട്ടാ, കേട്ടോ? എന്റെ പെണ്ണെ വിളിക്ക, കുശു കുശു പറയാ, കള്ളത്തരം പറയാ, നുണ പറയുക. ഞാനും
തമ്പേണ്ണ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണം. കള്ളും ഞാൻ കാശ് കൊടുത്താ കള്ളു കുടിച്ച അല്ല നിങ്ങൾക്ക് കള്ളു കുടിച്ച് സംബന്ധിച്ച് നേരെ വീട്ടിലോട്ട് പോ. ഇവിടാടെ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയത് ഇന്ന് പ്രസംഗം പറഞ്ഞ എങ്ങനെ സഹിക്കുന്നു എന്റെ അമ്മ പോന്നോക്ക് പരാതി വരാതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയില്ലെങ്കിൽ ആഹാ ഓ നേരം വെളുക്കുമ്പോ തന്നെ കള്ളം കുടിച്ചു. എന്താല്ലേ എന്താ അല്ലേ നീ മിണ്ടണ്ട. അവനവന്റെ കാര്യം നോക്കി റെഡി. ഓ നിന്റെ അടുത്തും കൂടെ ആ ഇങ്ങനൊരു സാധനം നമ്മളെ വഴക്ക് പറയാനേ അറിയാൻ പാടുള്ളൂ. ക്ലീറ്റോനെ വിളിക്കാടി. ഹലോ ക്ലീറ്റോ, അതെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി ക്ലീറ്റോ. ഇന്നലെ മുതൽ ഈ തമ്പിയണ്ണൻ ഓരോന്നും പറഞ്ഞ് നടക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ വഴക്കിട്ട് പോകാനൊക്കെ പോയിന്ന് പറഞ്ഞില്ലേ. ആ ദേ ഇപ്പൊ വന്നിട്ട് കള്ളു കുടിച്ച് വന്നിട്ട് ലില്ലിനെയും കുറെ ചീത്ത പറഞ്ഞു, എന്നെയും കുറെ ചീത്ത പറഞ്ഞു. ക്ലീറ്റോ എന്തെങ്കിലും ചെയ്യൂ ക്ലീറ്റോ. കനകൻ ഇവിടെ ഉണ്ടായി. അവൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവല്ലേ. ഏട്ടനുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല ക്ലീറ്റോ ചേട്ടാ. ഏട്ടനുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നെയും ചേച്ചിനെ ശരിക്കും ചീത്ത വിളിച്ചിട്ട് പോയി. ആ ആ ആ ശരി. അത് മതി ചേച്ചി ഉള്ളി. മതിയാ ആളുണ്ടാ കനകനാണ് ഓ ഏട്ടാ ലില്ലി ആ എടി ആ ഡോർ അടച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരേണ്ടത്. ഇപ്പൊ ആര് വരാനാ? ആര് വരാന്നാ? റോഡ് സൈഡല്ലേ വീട്. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ വന്ന് അറിഞ്ഞ അവൾ ഇപ്പൊ വന്നേ ഉള്ളു. ഇപ്പൊ അങ്ങോട്ട് ഇപ്പോഴൊന്നും അല്ല. നിങ്ങൾ ഇവിടെ നന്നായി കൊള്ളി പറഞ്ഞിരിക്കും. നീ എങ്ങനെ അറിഞ്ഞു ഇപ്പോഴല്ലാന്ന്? ആ എനിക്കറിയാലോ. ആ ഫാനും ഇവിടെ കിടക്കുന്നു. അങ്ങ് ഓഫ് ചെയ്യായിരുന്നില്ലേ? ആ അതെനിക്കറിയാലോ. ഞാൻ ഓഫ് ചെയ്യണം. എനിക്ക് ഓഫ് ചെയ്യല്ലേ വരുള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? എനിക്കല്ല പ്രശ്നം. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇവിടെ? ആ ഇല്ല ഒരു പ്രശ്നം. അതല്ലേ ആദ്യം ചോദിക്കേണ്ടത്. ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? ഓ ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞതാണ് ചേച്ചി. എന്നിട്ട് എന്ത് അല്ല, പ്രശ്നം? എന്താ കാര്യങ്ങൾ പറയാ. എന്താണ് സംഭവിച്ചെന്ന് പറയാ. അങ്ങേര് അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ ഇവിടെ താഴെയല്ലേ. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലേ വരുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ഞങ്ങളെ ചീത്ത വിളിക്കണതിനാ. എനിക്കറിയാൻ പാടില്ല. അയാൾക്ക് വെളിവെന്ന് പറയണത് പോയിന്ന് തോന്നുന്നു. ഇപ്പൊ സുലിച്ചേച്ചിനെ മെക്കിട്ടല്ല, ഇപ്പൊ ഞങ്ങളാ ശത്രു. അതെ ഇപ്പൊ ദേ ഇന്ന് പറഞ്ഞെന്താന്നറിയാമോ? ഇവിടെ ആരാ നല്ല പോലീസുകാരനുള്ളത്, ഇത് ഏതാ നല്ല രാഷ്ട്രീയക്കാരനുള്ളത്, നിങ്ങളെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അകത്ത് പോയി കിടക്കണതല്ലേ? അതല്ല ഞങ്ങൾ ആദ്യം തൊട്ടേ പറഞ്ഞത്. അകത്ത് പോയി കിടന്നാലും ഇയാളുടെ ചൊറിച്ചിൽ തീരുമെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ ബോധം ഇല്ലല്ലോടാ. കള്ളു കുടിച്ച് കിളി പോയി നടക്കല്ലേ. ബോധം ഉണ്ടെങ്കിലല്ലേ പേടി ഉണ്ടാവുള്ളൂ. സ്വബോധത്തിലല്ല. ഏത് സമയത്തും അല്ലേ കള്ളാണല്ലേ. ഈ പരിപാടി ചെയ്ത് പൈസ കിട്ടണ്ടല്ലോ, അതായിരിക്കും. എന്തായാലും ഇതിൽ കൂടി അങ്ങോട്ട് വഴി നടക്കാൻ വയ്യ. അപ്പൊ പോകുമ്പോഴൊക്കെ ചീത്ത വിളിക്കും. എത്തുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് അകത്തോട്ട് നോക്കി ചീത്ത വിളിക്കും. അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ അങ്ങോട്ട് നോക്കും. അത് ശരി. എന്നാ പിന്നെ അങ്ങോട്ട് പോയിട്ട് എങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോ. ഒരിടത്തോട്ടും പോകണ്ട. ഇനി ഈ കാര്യം ക്ലീറ്റോ ചേട്ടൻ നോക്കിക്കോളാന്ന് അത് പറഞ്ഞു. തന്നെ രാവിലെ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ആ അടങ്ങി വീട്ടിലിരിക്കണോന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞു. ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് നമ്മൾ ഇടപെടേണ്ടത്. ആ അത് തന്നെ ക്ലീറ്റോ പറഞ്ഞത്, മുള്ളിനെ മുള്ളു കൊണ്ട് കൊടുക്കണോന്ന്. അമ്മ ആ അമ്മ പിന്നെ ഓ ഞാൻ വരണ വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? നമ്മുടെ തമ്പി മാമയില്ലേ, മുണ്ടും പൊക്കിക്കൊണ്ട് ഓടണ ഓട്ടം. എന്തിന്? പിന്നെ നമ്മളെ ഡാഡിയുടെ DDT പാർട്ടിയുടെ മറ്റേ പോസ്റ്റർ കീറിന്ന വെട്ടിന്ന എന്തിനോ പറഞ്ഞിട്ട് ഒരു മാമൻ കമ്പ് പറിച്ചിട്ട് ഓട്ടിക്കണം. കളി തുടങ്ങി. മക്കളെ പോയി മേലൊക്കെ കഴുകിയിട്ട് വാ. ചെല്ലു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കണ്ടറിയാം. ആ ഒരു കണ്ടറിയാനില്ല. അതിനും കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ക്ലീറ്റ പറഞ്ഞിട്ട് അതുപോലെ ചെയ്തോടി. നിന്നെ കിട്ടും ചേച്ചി, കിട്ടും. അതെ നമ്മുടെ മനസ്സെ വേദനിപ്പിച്ചത്. ഞാൻ പോട്ടെ. എന്തായാലും എന്റെ ക്ലീറ്റോ ചേട്ടനെ സമ്മതിക്കണം അല്ലേ ചേച്ചി?
ഒറ്റ കോളല്ലേ നമ്മൾ ചെയ്തോളൂ. എന്താന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ ക്ലീറ്റോ ചേട്ടനോട് എന്നെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞില്ലേ, എന്നെ ചീത്ത വിളിച്ചെന്ന് കേട്ടാൽ ക്ലീറ്റോ ചേട്ടന് കലി കയറും. ചെറുപ്പം തൊട്ട് തന്നെ എന്നെ ആരും എന്ത് പറയാനും ക്ലീറ്റോ ചേട്ടൻ സമ്മതിക്കും. അതുപോലെ തന്നെ റൊണാൾഡോ ചേച്ചന്. അത് ശരിയായിരിക്കൂടി. എനിക്കുണ്ട് ഒരാങ്ങള, ദേ പഴം വിഴുങ്ങിയിരിക്കുന്നു. കാര്യം പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് തിരിച്ചു പ്രദേശം നീ മിണ്ടാതിരിക്കണമെന്ന്. നമ്മൾ മിണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇതിനൊക്കെയാ പറഞ്ഞത് തള്ളിയ കല്ല് മൂലക്കല്ലെന്ന് പറയണത്. ശരിക്കും തങ്ക ചേച്ചി തമ്പിച്ചേട്ടനവിടെ? ഓ അങ്ങനെ അവിടെ മൂടി പോയിച്ച് കിടന്നുറങ്ങുന്നു. എന്തുല്ല പേടിച്ചിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ ആ റോഡിലെങ്ങാണ്ട ഒരു പോസ്റ്റർ എങ്ങാണ്ട വലിച്ചു കയറിയെന്നും വേണ്ട ആരൊക്കെ അടിക്കാ ഒട്ടിച്ചെന്തെന്ന് ഒരു കിടിലം ബാലു എന്ന് പറയുന്ന ഒരു ഗുണ്ട. അയ്യോ അയ്യോ, അറിഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞേയില്ല. പോസ്റ്റർ വലിച്ചു കീറിയാ? ഓ പോസ്റ്റർ വലിച്ചു കീറിയെന്ന്. അങ്ങനെ 2 വട്ടം ഇന്നലെ അയാൾ തിരക്കി വന്നു. ഞാൻ പറഞ്ഞു നാടകത്തിന് പോയെന്ന്. തമ്പിച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടാകും അകത്ത് മൂടി വെച്ചിരിക്കുകയില്ലേ പേടിച്ചിട്ട്. ഭയങ്കര ബഹളം. എന്താണെങ്കിലും ചേച്ചിക്ക് ഇപ്പൊ സമാധാനമായല്ലോ. എന്ത് സമാധാനം. ഇന്നലെ ഒരു പോളെ കണ്ണ് ഉറക്കിയിട്ടില്ല എന്നെ. അങ്ങേര് വരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചവിടെ ഇരുത്തിയിരുന്നു. ആരും ഈ പോസ്റ്ററൊക്കെ വലിച്ചു കീറേണ്ട കാര്യമുണ്ട്? ശരിക്കും പോസ്റ്റർ വലിച്ചു കീറിയോ? എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ കുടിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങനെ സ്വഭാവമില്ല. ഇനി കുടിക്കൂലേ ചേച്ചി? ഒരു പേടി വേണമല്ലോ, ആരെങ്കിലും ഒക്കെ പേടിക്കണമല്ലോ. എന്ത് ചെയ്യും? ഞാൻ കനക സാറിനെ കാണാൻ വന്നേണോന്ന്. ഏട്ടാ സുലു ചേച്ചി വിളിക്കുന്നു. ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിക്കാൻ വന്നേണ്. സാറ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോഴേ തമ്പിച്ചേട്ടനെ കൂടെ കൊണ്ടുപോകും ഒരു പരാതി എഴുതി തരാൻ വേണ്ടിയിട്ട്. തമ്പി നാടക തമ്പി അവൻ പാർട്ടിയുടെ പോഷവും വലിച്ചു കയറിയിട്ട് അവൻ മുങ്ങി കിടക്കണം. അവൻ എവിടെ മുങ്ങി കിടക്കേ? അവൻ്റെ മണ്ടേ ഞാൻ അടിച്ചു പൊട്ടിക്കാതിരിക്കില്ല. എൻ്റെ ഭാര്യ എടുത്ത് കേട്ടാ പറയും രാത്രി ചേട്ടൻ നാടകത്തിന് പറയണം, പകല് ചോദിച്ചാലും നാടകത്തിന് ചേട്ടൻ പറയും. അവൻ എത്ര മുങ്ങി കിടന്നാലും കിടിലം പാലിൻ്റെ രക്ഷപ്പെടൂല. അമ്മ, ഈ മാമനാണ് തമ്പി മാമൻ ഓട്ടിച്ചത്. ചെല്ലവിടെ ചേട്ടൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അല്ല തമ്പിച്ചേട്ടൻ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയല്ലേ, വെളിയിൽ ഇറങ്ങൂല. ഞാൻ ഫ്രണ്ട് താക്കോലും കൂടെ എടുത്തോണ്ടാ പോകുന്നത്. ആ തമ്പി, എടാ നാടകക്കാരനാ തമ്പി, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നീ എവിടെ മുങ്ങി കിടക്കണം? ഞാൻ ഇറങ്ങി വാടാ. അവിടെ ആരും ഇല്ലെന്ന് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൊക്കൂടെയല്ലേ? ഞാനോ സാറേ, എന്നെ കൊല്ലാൻ നിർത്തോടെ വന്നിരിക്കും സാറേ, രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം സാറേ. ഒരു ഗുണ്ട ഇടി ഭയങ്കര പരിപാടി കാണുന്നത്. നിങ്ങളെ കണ്ടില്ലേ അയാള്? സാറേ ഒരു പരാതി തന്നാ സ്വീകരിക്കാം സാറേ. പോലീസ് ഒന്ന് രക്ഷിക്കണം സാർ പ്ലീസ്. നിങ്ങൾക്ക് പോലീസുകാരൊക്കെ പുല്ലുപോലെയല്ലേ? അയ്യോ എന്റെ വിവരക്കേട് കൊണ്ട് ഞാൻ എന്തോ പറഞ്ഞു പോയതാ. സാറിന് രക്ഷിക്കണം. നിങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി ഒരു പരാതിയും കൊടുത്താൽ മതി. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞേക്കാം. എടി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. മാറിയിക്കല്ലോ കുറച്ച് ദിവസം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. എന്നാൽ ഈ ഗുണ്ട എങ്ങനെ കണ്ടല്ലേ തമ്പിയണ്ണൻ ഇത് കീറുന്നത്?